ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന പ്രതികളുടെ 1.3 കോടി വില വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇഡി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാന പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇഡി. 1.3 കോടി വില വരുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ശബരിമലയിൽ നടന്നത് വ്യാപക ക്രമക്കേടെന്ന് ഇഡി വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 8ഓളം സ്വത്തുവകകൾ കണ്ടുകെട്ടി. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ ഗുരുതര ക്രമക്കേടെന്നും കണ്ടെത്തലുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും സുപ്രധാന രേഖകളും ഇഡി പിടിച്ചെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ സ്വത്ത് സമ്പാദനം നടത്തിയതായും കണ്ടെത്തലുണ്ട്. പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടപടിയിലേക്കും ഇഡി ഉടൻ കടക്കും. മാസം 1000 രൂപ 18 മുതൽ 30 വയസ്സുള്ളവർക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. കണക്ട് ടു വർക്ക് പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ വരുമാന പരിധി 1 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം രൂപയായി ഉയർത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകർക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുന്ന പദ്ധതിയിൽ ഇതുവരെ 30,000-ലേറെ അപേക്ഷകൾ ലഭിച്ചു. അപേക്ഷകൾ എത്രയായാലും അർഹരായ എല്ലാവർക്കും സഹായം അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കണക്ട് ടു വർക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ധനമന്ത്രി KN ബാലഗോപാൽ, റവന്യൂ മന്ത്രി K രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മേപ്പാടി ഉരുൾപൊട്ടൽ പ്രത്യേക വായ്പാ പദ്ധതിക്കും ഉപജീവന പദ്ധതിക്കും അംഗീകാരം. വയനാട് ജില്ലയിലെ മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യേക വായ്പാ പദ്ധതിക്കും വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ദുരന്തബാധിതർക്കായുള്ള ഉപജീവന പദ്ധതിക്കും അംഗീകാരം നൽകി. മേപ്പാടി പഞ്ചായത്തിലും കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ പഞ്ചായത്തിലും 30/7/2024 ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതമായി പ്രഖ്യാപിച്ചിട്ടുള്ള വാർഡുകളിലെ ദുരന്തബാധിതർക്ക് ബാങ്ക് വായ്പ ഉപയോഗപ്പെടുത്തി ഉപജീവന മാർഗ്ഗങ്ങൾ പുനരാരംഭിക്കുന്നതിനാണ് ഉപജീവന വായ്പാ പദ്ധതി നടപ്പിലാക്കുക. 8.57 കോടി രൂപയുടെ വായ്പാ പദ്ധതി അംഗീകരിച്ച് വായ്പയ്ക്ക് പലിശയായി കണക്കാക്കിയിട്ടുള്ള 1.94 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വയനാട് ജില്ലാ കളക്ടർ മുഖേന കുടുംബശ്രീ മിഷന് അനുവദിക്കും. 2.56 ലക്ഷം ശബരിമല തീർത്ഥാടകർക്ക് ആരോഗ്യ സേവനം നൽകി. ഹൃദയാഘാതം വന്ന 79% പേരുടെ ജീവൻ രക്ഷിച്ചു. മന്ത്രി വീണ ജോർജ്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് സജ്ജമാക്കിയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി 2,56,399 തീർത്ഥാടകർക്ക് ആരോഗ്യ സേവനം നൽകിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. പമ്പ 49,256, നീലിമല 10,221, അപ്പാച്ചിമേട് 12,476, സന്നിധാനം 99,607, ചരൽമേട് 19,593, നിലയ്ക്കൽ 24,025 എന്നിങ്ങനെയാണ് ചികിത്സ നൽകിയത്. പമ്പ മുതൽ സന്നിധാനം വരെയും കാനനപാതയിലും സജ്ജമാക്കിയ എമർജൻസി മെഡിക്കൽ സെന്ററുകളിലൂടെ 64,754 തീർത്ഥാടകർക്കും ആരോഗ്യ സേവനം നൽകി. CPR ഉൾപ്പെടെയുള്ള അടിയന്തര സേവനം നൽകി മരണനിരക്ക് പരമാവധി കുറയ്ക്കാനായി. മികച്ച ആരോഗ്യ സേവനം നൽകിയ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ള, കൂടുതൽ പ്രതികളുണ്ടോയെന്ന് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയെന്ന് ഹൈക്കോടതി. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചെന്നും കൂടുതൽ പ്രതികളുണ്ടോയെന്ന് അന്വേഷിക്കണമെന്നും കോടതി പറഞ്ഞു. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി നിരീക്ഷണം. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന സിനിമാ ഗാനത്തിലെ വരികൾ ഉത്തരവിൽ പരാമർശിച്ച് പ്രതികൾക്കെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മുൻ MLA കൂടിയായ പത്മകുമാറിന് ജാമ്യം നൽകിയാൽ അന്വേഷണത്തിൽ ഇടപെടുമെന്നും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ വീണ്ടെടുക്കലിനെ അത് ബാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകി. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. എന്റെ പോറ്റി ഇങ്ങനെയല്ല, അന്നത്തെ ആ പോറ്റിയല്ല ഇന്നത്തെ പോറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ക്ലൈമാക്സിലേക്കോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണോ?
ആണെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അന്വേഷണ റിപ്പോർട്ട് 90 ദിവസം പിന്നിട്ടിട്ടും കോടതിയിൽ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ദ്വാരപാലക ശില്പ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതോടെയാണ് കേസന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന സൂചനകൾ വരുന്നത്. കേസന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ ഹൈക്കോടതി പോലും ആശങ്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണം ഉടൻ തീർക്കുവാനാണ് നീക്കം. അന്വേഷണ സംഘത്തിൽ ഉദ്യോഗസ്ഥരുടെ അഭാവമുണ്ടെന്നും അതാണ് തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കുവാൻ കാലതാമസം നേരിട്ടതെന്നുമായിരുന്നു SIT കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് SITയുടെ സത്യവാങ്മൂലം. സംഘത്തിൽ 2 പേരെ കൂടി ഉൾപ്പെടുത്തിയതോടെ അന്വേഷണം ഉടൻ അവസാനിപ്പിക്കുവാനാണ് SIT നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED അന്വേഷണം മുറുകിയതോടെ SIT എത്രയും പെട്ടെന്ന് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. NDA ശക്തമായ ത്രികോണ മത്സരം കേരളത്തിൽ കൊണ്ടുവരും. കുറഞ്ഞത് 25 സീറ്റിൽ ജയിക്കും. തുഷാർ വെള്ളാപ്പള്ളി. BDJS NDAയിൽ സംതൃപ്തരെന്ന് തുഷാർ വെള്ളാപ്പള്ളി. സന്തോഷമുള്ളതുകൊണ്ടാണ് NDAയിൽ തുടരുന്നത്. BDJSന് കേരളത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ടെന്ന് മുന്നണികൾക്കറിയാം. 140 മണ്ഡലങ്ങളിലും BDJSന് സ്വാധീനമുണ്ട്. NDA ശക്തമായ ത്രികോണ മത്സരം കേരളത്തിൽ കൊണ്ടുവരും. കുറഞ്ഞത് 25 സീറ്റിൽ ജയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ജയിച്ചത് BDJS പിന്തുണയോടെയാണ്. NDAയിൽ അവഗണനയില്ല, അത് മാധ്യമ സൃഷ്ടിയാണ്. SNDP LDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ ഇടത് അനുകൂല നിലപാടുകൾ വ്യക്തിപരമാണ്. 3ാം പിണറായി സർക്കാർ വരുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതും വ്യക്തിപരം. സംഘടന അങ്ങനെയൊരു നിലപാട് പറഞ്ഞിട്ടില്ല. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.